നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായ കൂടി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാം. ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ കുറച്ച് ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കിട്ടുന്ന മീനുകളെല്ലാം ഇതുപോലത്തെ മീനുകളാണ്, ചെറിയ ചെറിയ മീനുകളാണ്. ചെറിയ മീൻ നല്ലതാണ്, പക്ഷെ നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് മെനക്കേടാണ്. എന്നാലും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിലുള്ളതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ അയിലക്കുഞ്ഞുങ്ങളും അതുപോലെ കൊഴുവയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അയില മുളകിട്ട് വറ്റിക്കാം, ഒപ്പം ഈ കൊഴുവനെ നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കിഴങ്ങ് എടുത്തിട്ട് അതും വേവിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നന്നാക്കി കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാനത് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് ഓരോന്ന് കാണാം. അപ്പോൾ നമ്മുടെ മീൻ ഫുള്ളും നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഈ ചെറിയ മീനുണ്ടല്ലോ, ഇത് അയിലക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് മുളകിട്ട് വറ്റിച്ചെടുക്കാം. ഈ കൊഴുവേനെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മസാലയൊന്നും നമ്മൾ ഈ മീനിൽ ചേർക്കണില്ല, ചെറിയ മീനല്ലേ, അതിനെ ബുദ്ധിമുട്ടിക്കാനില്ല. കുറച്ച് മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കഴുകിയ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ, കാരണം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഒരുപാടായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ. അപ്പോൾ കുരുമുളക് പൊടി, ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്ന കാരണം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവുന്ന തരത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് എന്നിട്ട് ഒരുപാട് നേരമൊന്നും വെക്കണ്ട, ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റിയാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് മീനിങ്ങനെ മുളകൊക്കെ പൊരിക്കാനുള്ള മീൻ മുളകൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി പണികളൊക്കെ തുടരാം. കൈ കൊണ്ട് ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടത് ഓക്കെ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ കിഴങ്ങും അതുപോലെ മീൻകറിയും ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഈ ചട്ടി ചൂടാവണ സമയം കൊണ്ട് നമുക്ക് കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ എടുക്കാൻ പോവാണ്. കുക്കർ എടുത്ത് കിഴങ്ങ് നമുക്ക് അതിലേക്കിട്ട് ജസ്റ്റ് ഒരു വിസിൽ മതിയല്ലോ കിഴങ്ങൊക്കെ വേവാനായിട്ട്. അപ്പോൾ കിഴങ്ങും ഉപ്പും ഇട്ടിട്ട് ഒരു വിസിൽ നമുക്ക് വരുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് നമുക്ക് പുറത്ത് തീ കത്തിച്ചിട്ട് കിഴങ്ങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കിഴങ്ങിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കിഴങ്ങിനി വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചുവന്നുള്ളി നന്നാക്കി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഓക്കെ, കിഴങ്ങിൻ്റെ വിസിൽ വന്നു. അപ്പോൾ കിഴങ്ങ് ഓഫാക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക്, ഇപ്പോൾ വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാന്താരി മുളകും കൂടി, ആവശ്യത്തിനുള്ള മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുടപ്പുളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചെറിയ മീൻ ഇതിലേക്ക്, കുഞ്ഞ അയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇളക്കണ പോലെ ഇനി മീൻ ഇളക്കാൻ നിൽക്കരുത്. ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പൊടിഞ്ഞു പോവും. അപ്പോൾ ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല. ഇത് വേഗം തന്നെ വെന്ത് കിട്ടും. നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഇത് ഇവിടെ കിടന്ന് തിളച്ച് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ കിഴങ്ങിൻ്റെ വിസിൽ പോയതിന് ശേഷം നമുക്ക് അതെടുത്ത് റെഡിയാക്കാം. അപ്പോൾ ഈ കറി നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ വേറൊരു പാത്രം വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കാം. പാത്രം ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ അതിൽ പൊരിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കൊഴുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്ന് തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ കറി എന്തായാലും നോക്കാം. ഓക്കെ, കറി നന്നായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറി മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് കിടന്ന് പൊരിയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ കിഴങ്ങ് റെഡിയാക്കിയെടുക്കാം. കിഴങ്ങിന് ഞാനൊരു തവി വെച്ച് ഇതുപോലെ ഇങ്ങനെ കുത്തി 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 ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. ഉണ്ടോ? ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് റെഡിയാക്കിയെടുക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മീൻ ഇവിടെ കിടന്ന് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെക്കാം. നമ്മുടെ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വിനാഗിരിയിൽ ഇട്ട് വെച്ച മുളക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് ഉടച്ച് വെച്ച കപ്പ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ, മീൻ പൊരിച്ചത്, മീൻകറി, കട്ടൻ ചായ എല്ലാം റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.